ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലീഗൽ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്താണ് വിൽപത്രം, ആർക്കൊക്കെയാണ് ഈ വിൽപത്രം എഴുതാൻ സാധിക്കുക എന്നുള്ളതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കാം. ആൻഡ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് വിൽപത്രം എന്നുള്ളത്? ഒരാളുടെ മരണശേഷം അവരുടെ സ്വത്തുവകകളും വസ്തുക്കളും ഒക്കെ ആർക്കൊക്കെ ലഭിക്കണം, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു രേഖയാണ് വിൽപത്രം എന്ന് പറയുന്നത്. ഈ വിൽപത്രത്തിന്റെ കാര്യങ്ങളൊക്കെ, ഇതിനുള്ള നിയമങ്ങളൊക്കെ പറയുന്നത് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ 1925 ഒരു നിയമമുണ്ട്. ഇത് അല്ലെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ടിലാണ് ഇത് വിവരിക്കുന്നത്. സോ ഇത് ആർക്ക് ആണ് ഇത് എഴുതാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള നോർമലായിട്ട് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും വിൽപത്രം എഴുതാൻ സാധിക്കും. മാത്രമല്ല, വിൽപത്രം എഴുതുമ്പോൾ ഒരു വ്യക്തിയുടെയും നിർബന്ധമോ മറ്റൊരു വ്യക്തിയുടെ നിർബന്ധമോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ അല്ല എഴുതേണ്ടത്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിൽപത്രം എഴുതി വെക്കേണ്ടത്. സോ അത് മാത്രമല്ല, വിൽപത്രം എഴുതുമ്പോൾ എഴുതുന്ന ആള് ആരാണോ വിൽപത്രം എഴുതുന്നത് അവരുടെ മേൽവിലാസവും മറ്റു തിരിച്ചറിയൽ രേഖകളും സഹിതം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മരണശേഷം മാത്രം, ഈ എഴുതുന്ന വ്യക്തിയുടെ മരണശേഷം മാത്രമാണ് ഇതിന് നിയമസാധുത വരുന്നത്. വിൽപത്രം എഴുതി വെച്ചാൽ അയാൾ മരിച്ചതിന് ശേഷം മാത്രമേ അത് പ്രാബല്യത്തിൽ വരുത്തുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല, ഒരാൾ ഇങ്ങനെ വിൽപത്രം എഴുതുമ്പോൾ എഴുതുന്നയാൾക്ക് വേണമെങ്കിൽ ഇത് തന്റെ അവസാനത്തെ വിൽപത്രമാണ് എന്നുള്ളത് വേണമെങ്കിൽ വ്യക്തമാക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സ്വന്തം ഉടമസ്ഥതയിലും അവകാശത്തിലുമുള്ള വസ്തുക്കളെ കുറിച്ച് മാത്രമേ വിൽപത്രത്തിൽ പരാമർശിക്കാവൂ, വിൽപത്രം എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ ഇന്നത്തെ ലീഗൽ ഇൻഫർമേഷൻ ഇതാണ്. മാത്രമല്ല, വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.